ചിറയൻകീഴിലെ താമരക്കുളത്തെ രക്ഷിക്കാൻ ഇതുവരെയും ആരും എത്തിയില്ല. നാട്ടുകാർ പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തുമ്പോൾ പഞ്ചായത്ത് മൈനർ ഇറിഗേഷൻ വകുപ്പിനെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. ചിറയൻകീഴ് ആൽത്തറമുട്ടിലെ താമരക്കുളമാണിത്. പണ്ട് നിറയെ താമരകൾ വിരിഞ്ഞു നിന്ന കുളം. കുളത്തിലെ കണ്ണീർ പോലെയുള്ള വെള്ളം നാട്ടുകാർ കൃഷി ആവശ്യത്തിനും കുളിക്കാനും കുടിക്കാനുമൊക്കെ ഉപയോഗിച്ചു. കുളത്തിന് ചുറ്റുമതിൽ ഉണ്ടായിരുന്നതിനാൽ മാലിന്യങ്ങൾ കുളത്തിൽ ഒഴുകിയിറങ്ങിയിരുന്നില്ല. ഇത് ഒരു പഴയകാല കഥ. ഇത്രയും വൃത്തികേട് പ്രേക്ഷകരെ കാട്ടി പഴയകാലത്തെ നന്മയെക്കുറിച്ച് പറഞ്ഞതിന് മാപ്പ്. കുളത്തിന്റെ ഇന്നത്തെ അവസ്ഥ ആരുടെയും ഹൃദയം നോവിക്കും. പാർശ്വഭിത്തികൾ തകർന്നതിനാൽ നാട്ടിലെ മാലിന്യങ്ങൾ മുഴുവൻ ഇവിടേക്ക് ഒഴുകിയിറങ്ങിയിരിക്കുന്നു. നിറയെ പായൽ മൂടിയിരിക്കുന്നു. പൗൾട്രി ഫാമുകളിൽ നിന്നുള്ള മാലിന്യങ്ങളും താമരക്കുളത്തിൽ വീണു. താമരകൾ വിടർന്നു നിന്ന കുളത്തിൽ ചത്ത കോഴികളുടെ തലകൾ ഒഴുകി നടക്കുന്നു. നാട്ടുകാരുടെ പരാതി കേൾക്കാൻ ആരുമില്ല. എന്തായിരുന്നാലും ഈ വേസ്റ്റ് ഇവിടെ ഇടാൻ പറ്റൂല. യാത് കാരണത്താലും നമുക്ക് ഇതിലെ വഴിയടക്കണം. കൊച്ചുങ്ങളെ കൊണ്ട് വഴിയടക്കണം, കൊച്ചുങ്ങളെ സ്കൂളിലാക്കണം. ഈ നടയിൽ വെച്ചാണ്. എന്തായിരുന്നാലും നമുക്കിതിലെ വഴിയടന്നല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ എല്ലാവരും കൂടെ മുൻകൈ എടുത്ത് ഈ കുളവും വൃത്തിയാക്കി ഈ വേസ്റ്റ് ഇവിടെ നിന്ന് മാറ്റി തരണം. ആര് സംരക്ഷിക്കും താമരക്കുളത്തെ? പുരാതനമായിട്ടുള്ളൊരു കുളമാണ്. പണ്ട് താമരക്കുളം എന്നറിയപ്പെടുന്നൊരു കുളമായിരുന്നു. അത് പിന്നെ ആമ്പൽക്കുളമായി. അതിനുശേഷം വാട്ടർ വർക്ക്സുകാർ വന്ന് ഏറ്റെടുത്തു ഒരു നീന്തൽക്കുളമാക്കാനൊക്കെ ശ്രമിച്ചു. അതിനുശേഷം കുറച്ച് നാൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു, പിന്നെ നടന്നില്ല. സ്പോർട്സ് കൗൺസിലിൽ നിന്നൊക്കെ കുറേ പ്രാവശ്യം ആൾക്കാർ വരികയും നോക്കുകയൊക്കെ ചെയ്തു. പിന്നെ അതൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനം വെച്ചാൽ ഇതിൻ്റെ കൈവരി ഇല്ലാത്തത്. ദിവസേന ഒരുപാട് കുട്ടികൾ ഈ ശ്രീചിത്ര പബ്ലിക് സ്കൂളിലും മറ്റും പോകുന്നവരാണ്. അപ്പോൾ അത് ഭയങ്കരമായ ഒരു ഡേഞ്ചർ അവസ്ഥയാണ് ഇതിലുള്ളത്. പഞ്ചായത്ത് അധികൃതർ മൈനർ ഇറിഗേഷൻ വകുപ്പിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. മൊത്തം ചിറയൻകീഴ് പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളും കിഴുവലം പഞ്ചായത്തിലെ 2 വാർഡിലുമുള്ള മുഴുവൻ ആൾക്കാർക്കും കിണറുകളിൽ ശുദ്ധജലം സംരക്ഷിക്കുന്നതിനും അല്ലെങ്കിൽ ശുദ്ധജലം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ കരിന്തുവാക്കുളം വളരെയധികം ഉപയോഗം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ഇത് സംരക്ഷിക്കണമെന്നും ഇതിൻ്റെ പായലും അതുപോലെ തന്നെ മാലിന്യമായിട്ടുള്ള അവസ്ഥയും പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ചിറയൻകീഴ് പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരുമൊക്കെ നിരന്തരമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ പഞ്ചായത്തിൻ്റെ ഭരണസമിതി അതിൽ 5 ലക്ഷം രൂപ മൈനർ ഇറിഗേഷൻ്റെ പദ്ധതി പ്രകാരം തുക ലഭിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പദ്ധതി തയ്യാറാക്കി മേൽത്തട്ട് നിർദ്ദേശമായി ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മൈനർ ഇറിഗേഷനിൽ നിന്നും പൈസ ഗവൺമെൻറ് അലോട്ട് ചെയ്തുവെങ്കിലും കഴിഞ്ഞ 1.5 വർഷത്തിനകത്ത് അത് ലഭ്യമാകുമെന്ന് കരുതിയിരുന്നുവെങ്കിലും ആ തുക ലഭ്യമായിട്ടില്ല. ആരുടെയും കനിവിനായി കാത്തു നിൽക്കേണ്ടതില്ല. നാട്ടിലെ ഒരു നല്ല കൂട്ടായ്മയ്ക്ക് പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് തന്നെ ഈ കുളം വൃത്തിയാക്കാനാവും. പഴയകാലത്തതുപോലെ കുളത്തിൽ താമരപ്പൂക്കൾ വിടർത്താനാകും. എ സി വി ന്യൂസ്, ചിറയൻകീഴ്.